Hello, Namaskaram. Welcome back to my channel. You're watching an Actorist and this is Aisha. If you're here for the first time, please don't forget to subscribe. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആനി വള്ളിക്കാപ്പൻ്റെ കാവൽക്കാരി എന്ന് പറയുന്ന പുസ്തകമാണ്. 7th എഡിഷൻ ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. 2011 ഇതിൻ്റെ ഫസ്റ്റ് കോപ്പി പ്രിൻ്റ് ആയത് ആൻഡ് 2021 ആഫ്റ്റർ 10 ലോങ് ഇയേഴ്സ് സെക്കൻഡ് എഡിഷൻ പബ്ലിഷായി. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം കുറച്ച് എഡിഷൻസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ 2025 7th എഡിഷനിൽ വന്ന് നിൽക്കുന്നു. തൃശ്ശൂർ കറണ്ട് ബുക്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. 199 റുപ്പീസാണ് ഇതിൻ്റെ കോസ്റ്റ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീൽ ഗുഡ് ബുക്സിൽ പെടുന്ന ഒരു പുസ്തകമാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു പുസ്തകമാണ്. ഞാനിത് സെക്കൻഡ് ടൈമാണ് വായിക്കുന്നത് ആൻഡ് ആദ്യം വായിച്ചപ്പോൾ കിട്ടിയ അതേ സുഖം മനസ്സിന് കിട്ടിയത് രണ്ടാമത് വായിച്ചപ്പോഴും. ആൻഡ് ഇതിലെ സ്ഥലം എന്ന് പറയുന്നത് മാറമലയാണ്. ആ മാറമലയിലുള്ള വീടും അവിടുത്തെ ഭയങ്കര നിഷ്കളങ്കരായ കുറച്ച് മനുഷ്യരും ആൻഡ് അവിടെ നടക്കുന്ന നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന കൂട്ട് കഥയും ഒക്കെ ഭയങ്കര രസമുള്ളതാണ്. ആൻഡ് എഴുത്തുകാർ നല്ല നല്ല സൂപ്പറായിട്ട് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ നാട്ടിലെ ഞാനൊരു കാഞ്ഞിരപ്പള്ളിക്കാരിയാണ്. ഞങ്ങളുടെ നാട്ടിലെ ലോക്കൽ ലാംഗ്വേജ് ഒക്കെയാണ് കൂടുതലും കോൺവെർസേഷൻസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്ലോസ് ടു ഹാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു പുസ്തകമാണ്. ആൻഡ് എൽസ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ലൈഫ് ജേർണിയാണ്. ആക്ച്വലി കുട്ടിക്കാലം മുതൽ ആളുടെ തറവാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള സംഭവ വികാസങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ആൻഡ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും അച്ചാച്ചനും വേണ്ടിയിട്ടാണ്. സോ സ്വീറ്റ് ഓഫ്. ആൻഡ് ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഇന്നസെൻ്റ് ആണ്. ഒരു ഇന്നസെൻറ്റ് സ്റ്റോറിയാണിത്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഒരു ഹെവി ഹാർട്ടോട് കൂടി അല്ലാതെ ഇത് വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറേ സന്ദർഭങ്ങളും അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലർബ് ഞാൻ വായിക്കാം. ജോസഫ് അന്നംകുട്ടി ജോസാണ് എഴുതിയിരിക്കുന്നത്. ലോഡ്സ് ഓഫ് മെമ്മറീസ് ബട്ട് നോ എവിഡൻസ്. സോഷ്യൽ മീഡിയയുടെയും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെയും കടന്നുവരവിന് മുമ്പ് ജീവിതം തുടങ്ങിയ മനുഷ്യർക്കെല്ലാം ഈ ഒരു വാചകം വലിയൊരു ശരിയാണ്. മറവിയുടെ കാറ്റ് ജീവിതത്തിലേക്ക് വീശി തുടങ്ങുമ്പോൾ മെല്ലെ ആടി ഉലഞ്ഞു പതുക്കെ കെട്ടുപോകുന്ന ഓർമ്മകൾക്ക് ആരെങ്കിലും കാവൽ നിന്നിരുന്നെങ്കിൽ. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ കുറച്ചു നേരം നിങ്ങൾ കണ്ണടച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കൈമോശം വന്ന ആ പഴയ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോകാൻ മാറമലയും വല്യമ്മച്ചിയും വല്യപ്പാപ്പനും തങ്കച്ചിയും ഗോവിന്ദനപ്പൂപ്പനും അരുവിയും ചാമ്പമരവും കാപ്പിത്തോട്ടവും നിങ്ങളെ സഹായിച്ചേക്കും. മാറമലയിലെ തണുത്ത കാറ്റ് മെല്ലെ മുഖത്തേക്ക് വീശുന്നു. എൻ്റെ കണ്ണുകൾ ഓർമ്മയിലേക്ക് പതിയെ അടയുന്നു. ഈ ഒരു ഫീല് തന്നെയാണ് നമുക്കും ആക്ച്വലി കിട്ടുന്നത് ഇത് വായിക്കുമ്പോഴത്തേക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് 3 ബുക്സിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ 3 ഞാൻ വായിച്ചു. അതും അടിപൊളിയാണ്. പി കേശവദേവിൻ്റെ കൂൾ ഡ്രിങ്ക്, പിന്നെ ശബ്ദിക്കുന്ന കലപ്പ പൊൻകുന്നം വർക്കി ആൻഡ് ഫ്ലേവേഴ്സ് ഫോർ മിസ്സസ് ഹാരിസ് പോൾ ഗലീക്കോ. ആക്ച്വലി കൂൾ ഡ്രിങ്കും ശബ്ദിക്കുന്ന കലപ്പയും വലിയ റേറ്റ് ഇല്ലാതെ അവൈലബിൾ ആണ്. ആൻഡ് ദി അതർ വൺ വാസ് എബവ് 1000. അതുകൊണ്ട് ഞാൻ അത് ബുക്കായിട്ട് മേടിച്ചില്ല. പക്ഷേ അത് ഓൺലൈനിൽ അവൈലബിൾ ആണ് PDF ആയിട്ട്. സോ അങ്ങനെ ഞാൻ വായിച്ചു. കാരണം അല്ലാതെ നോക്കിയപ്പോഴത്തേക്കും 1000-2000 ഒക്കെ ആയിരുന്നു അതിൻ്റെ റേറ്റ് കണ്ടത്. ആൻഡ് ഈ 3 പുസ്തകങ്ങളും ഭയങ്കര നല്ലതാണ്. ഈ പുസ്തകത്തിലൂടെയാണ് അതെനിക്ക് ആക്ച്വലി കിട്ടിയത്. അപ്പം എഗെയിൻ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ഫീൽ ഗുഡ് ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ആനി വള്ളിക്കാപ്പൻ്റെ കാവൽക്കാരി. ആൻഡ് ഐ എം സോ ഷുവർ ദാറ്റ് യു വോണ്ട് ബി ബോർഡ്. ബിക്കോസ് നമുക്ക് ഈ ബോർ അടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ടയേർഡായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു റിഫ്രഷിങ് ഫീൽ കിട്ടുന്ന ഒരു പുസ്തകമാണ്. അങ്ങനെ വളരെ ചുരുക്കം ചില പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ, എസ്പെഷ്യലി ഈ കാലഘട്ടത്തിൽ. പണ്ടൊക്കെ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനത്തെ അധികം പുസ്തകങ്ങളൊന്നും കാണാറില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.